ഹലോ ഡിയർ മക്കളെ, വെൽക്കം ടു പൈറസ് ലേണിംഗ് അക്കാഡമി. ഇസ് മീ അനന്തു. മക്കളെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എക്സാമിന് 3 മാർക്കിന് ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നിങ്ങളുടെ എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു സെഷനിൽ നിന്ന്. വെക്ടർ ആൾജിബ്ര എന്ന് പറഞ്ഞ ചാപ്റ്ററിലാണ് കേട്ടോ. 3 മാർക്കിന് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്താണെന്ന് വെച്ചാൽ പ്രൊജക്ഷൻ ഓഫ് വെക്ടേഴ്സ്. മക്കളെ, നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രൊജക്ഷൻ ഓഫ് വെക്ടേഴ്സ് എന്ന് ഒരു സംഭവമാണ് കേട്ടോ. വെക്ടർ ആൾജിബ്ര എന്നൊരു ചാപ്റ്ററിൽ നിന്നാണ്. സംഭവം ഇത്രയേ ഉള്ളൂ. ഈ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. പ്രൊജക്ഷൻ ഓഫ് എ വെക്ടർ എ ഓൺ ദി വെക്ടർ ബി ഈസ് ഗിവൺ ബൈ എ ഡോട്ട് ബി ബൈ മോഡ് ബി. ഇത് വായിക്കേണ്ട ഇങ്ങനെയാണ്. ഇത് ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് ഈ എയുടെ മുകളിൽ വരയിടുക, ബിയുടെ മുകളിൽ വരയിടുക. അതിൻ്റെ വെക്ടർ എന്നാണ് വായിക്കേണ്ടത്. നടുക്കൊരു കുത്തിടുക. എ ഡോട്ട് ബി എന്നാണ്, ഇൻറ്റു അല്ലത്. അതെന്താണെന്ന് ഞാൻ പറയാം. ബൈ ഈ 2 വരയ്ക്കകത്ത് ബി ഇടുക. മോഡ് എന്നാണ് അത് വായിക്കുന്നത്. മാഗ്നിറ്റ്യൂഡ് എന്നാണ് പറയുന്നത്. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്നും അറിയാൻ വൈകി നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. ഈ സാധനം എഴുതി വെച്ചാൽ 1 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. 3 മാർക്കിൻ്റെ ക്വസ്റ്റിൻ്റെ 1 മാർക്ക് കിട്ടിയില്ലേ? ഈ സാധനം ഒന്ന് പഠിച്ചു വെച്ചേ. വായിക്കേണ്ടത് ഇങ്ങനെയാണ്. എന്താണ്? എ ഡോട്ട് ബി ബൈ മാഗ്നിറ്റ്യൂഡ് ബി അല്ലെങ്കിൽ മോഡ് ബി, മോഡുലസ്. ഓക്കെ ആണോ? ഇക്വേഷൻ പഠിച്ചല്ലോ. പ്രോബ്ലം എങ്ങനെ വന്നേന്ന് നോക്കിക്കോണം. ഞാൻ പറയുന്ന പോലെ ശ്രദ്ധിച്ച് പഠിച്ചു കഴിഞ്ഞാൽ മാർക്ക് ഉറപ്പാണ് കേട്ടോ. ഫൈൻഡ് ദ പ്രൊജക്ഷൻ. ക്വസ്റ്റ്യനിൽ തന്നെ കാണും പ്രൊജക്ഷൻ കണ്ടുപിടിക്കാൻ. ഓൺ ദി വെക്ടർ എ ഓൺ ദി വെക്ടർ ബി. അപ്പം നമുക്ക് ക്വസ്റ്റ്യനിൽ ഒന്നെങ്കിൽ എയും തരും, അല്ലെങ്കിൽ ബിയും തരും, അല്ലെങ്കിൽ ചിലപ്പോൾ 2ഉം തരത്തില്ല. ഇങ്ങനെ 2 സംഭവം തരത്തുള്ളൂ. ഐയും ജെയും കെയും ഉള്ളൊരു സംഭവമാണ് വെക്ടർ. കൂടുതലൊന്നും ഞാൻ പറയണില്ല, അതിൻ്റെ ബേസിക്കിലൊന്നും പോകണില്ല. ഇത്ര സാധനം അറിഞ്ഞാൽ മതി. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരും. അപ്പോൾ നമ്മൾ അതിനെ എടുത്തെഴുതുക. ആദ്യം എ എന്ന് പറഞ്ഞ് എടുത്തെഴുതുക. എ എന്താണ്? ആദ്യം തന്നിരിക്കുന്ന വെക്ടർ. ചിലപ്പോൾ എ തരത്തില്ല, എങ്കിലും നമ്മൾ പേര് കൊടുക്കുക. ആദ്യത്തെ സ്ഥാനത്തിന് എ എന്ന് പേര് കൊടുക്കുക. എ എന്ന് പറഞ്ഞാൽ 2i + 3j + 2k. ഈ മോളിൽ കാണുന്ന ഈ ക്യാപ്പ് എന്ന് പറഞ്ഞ് തന്ന് കാണാം. അതൊന്നും എഴുതണമെന്നില്ല കേട്ടോ. അതൊന്നും എഴുതിയില്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് ഫുള്ളാണ് കേട്ടോ. എ എന്നെഴുതി. അടുത്ത വെക്ടർ ബി. ഈ ബിയുടെയും എയുടെയും മുകളിൽ വര ഇട്ടേക്കണം കേട്ടോ. അത് വെക്ടർ എന്നാണ് വായിക്കുന്നത് കേട്ടോ. വെക്ടർ എ വെക്ടർ ബി എന്നാണ് വായിക്കുന്നത്. അടുത്ത വെക്ടർ ബി എന്ന് പറഞ്ഞാൽ i + 2j + k. ഓക്കെ ആണോ? ഇത് എഴുതാൻ എളുപ്പമല്ലേ? നോക്കി അങ്ങ് പകർത്തിയാൽ മതി. ഇനി നമ്മുടെ ഇക്വേഷൻ, പ്രൊജക്ഷൻ്റെ ഇക്വേഷൻ, പഠിച്ച ഇക്വേഷൻ നമ്മൾ എഴുതണം. പ്രൊജക്ഷൻ എന്താണ് ഇക്വേഷൻ? എ ഡോട്ട് ബി ബൈ മോഡ് ബി അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി. ഇത് ഓക്കെ അല്ലേ? ഇനി നമുക്ക് എ ഡോട്ട് ബി കണ്ടുപിടിക്കണം. മക്കളെ, എ ഡോട്ട് ബി കണ്ടുപിടിക്കാനായിട്ട് സിമ്പിൾ പരിപാടിയുടെ ഞാൻ വേണേൽ സൈഡിലേക്ക് അങ്ങ് കണ്ടുപിടിക്കാം. കുറച്ചുകൂടെ എളുപ്പം എഴുതാൻ പറ്റും. എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ എളുപ്പമാണ്. കാൽക്കുലേറ്ററൊക്കെ എടുത്ത് തയ്യാറായിട്ട് വെച്ചോ. എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ ഇവിടെ ഐയുടെ കൂടെ കിടക്കുന്ന നമ്പറില്ലേ 2 സ്ഥലത്തും, അത് തമ്മിൽ ഇൻറ്റു ചെയ്യുക. ഇവിടെ ഐയുടെ കൂടെ കിടക്കണ എത്രയാണ്? 2. ഇവിടെ ഐയുടെ കൂടെ കിടക്കണ എത്രയാണ്? ഐയുടെ കൂടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒന്നും ഇല്ലെന്ന് പറയൽ. ഐ ഉണ്ടെങ്കിൽ ഐയുടെ കൂടെ ഒരു 1 ഉണ്ട്. 1i എന്നാണെന്ന് പറയണത്. ഒരു ഐ ഇല്ലേ ഇവിടെ? അപ്പോൾ ഇത് 1i എന്നാണ്. ഇവിടെ ഇപ്പോൾ ഐ ഒന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു 1 ഉണ്ട്. ഐ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ 1 ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്? 2ഉം ഇവിടെ 1ഉം. സോ നമ്മൾ ഇത്രയേ ഉള്ളൂ. 2 × 1 എഴുതുക. പ്ലസ് അടുത്ത ജെയുടെ കൂടെയുള്ള തമ്മിൽ ഇൻറ്റു ചെയ്യുക. ജെയുടെ കൂടെ ഇവിടെ 3ഉം. ഇവിടുത്തെ സൈൻ നോക്കണം കേട്ടോ. +3 ആണെങ്കിൽ +3, ഇവിടെ മൈനസ് ആണെങ്കിൽ -3. ആ സൈനും കൂടെ നിർബന്ധമായിട്ട് എഴുതണം. ഇവിടെ +3ഉം +2ഉം. അപ്പോൾ +3 × +2. അടുത്തത് പ്ലസ് ഇട്ടു. വീണ്ടും ഇവിടെ കിടക്കുന്ന നമ്പർ കെയുടെ കൂടെയുള്ളത് 2ഉം. ഇവിടെ എന്താണ്? 2ഉം. കെയുടെ കൂടെ ഒന്നും ഇല്ലെന്ന് പറയൽ 1 ഉണ്ട്. അപ്പോൾ ഇവിടെ 2ഉം ഇവിടെ 1ഉം. 2 × 1. ഇതേ കഴിഞ്ഞു. ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റർ അങ്ങ് അടിച്ചു കൊടുത്തേ. ആൻസർ കിട്ടി. 2 × 1 2 + 3 × 2 6 + 2 × 1 2. 6ഉം 2ഉം 8ഉം 2ഉം 10. സിമ്പിളായിട്ട് 10 എന്ന് കിട്ടിയില്ലേ? 6ഉം 2ഉം 8ഉം 2ഉം 10 എന്ന് കിട്ടി. ഇനി അപ്പോൾ നമുക്ക് മുകളിലത്തെ സാധനം കിട്ടി. എ ഡോട്ട് ബി എത്രയാണ്? 10. നേരം ഇട്ട് കൊടുത്തേ. 10 ബൈ ഈ സാധനം കൂടെ കണ്ടുപിടിക്കണ്ടേ. മോഡ് ബി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഒരു റൂട്ട് അങ്ങ് ഇടുക. എന്നിട്ട് ബി ഇല്ലേ? മോഡ് ബി അല്ലേ? അപ്പോൾ ബിയിലെ ഓരോന്നിൻ്റെയും കൂടെ കിടക്കുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കുക. ഏതൊക്കെയാണ്? ഇവിടെ 1 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, ഇവിടെ 1 ഉണ്ട് അല്ലേ? ഇതിനെല്ലാത്തിൻ്റെ സ്ക്വയർ എടുത്ത് കൂട്ടിയാൽ മതി. ഇവിടെ കിടക്കുന്ന നമ്പർ എത്രയാണ്? 1. 1ൻ്റെ സ്ക്വയർ. മക്കളെ കാൽക്കുലേറ്റർ എടുക്കണേ. ഞാൻ പറയണ നോക്കണേ. ഇവിടെ 1, ഞാൻ വേണേൽ അതിൻ്റെ കൂടെ ഉള്ളത് മാത്രം അങ്ങ് മാറ്റി എഴുതാം. ഇവിടെ കിടക്കുന്ന ഏതാണ്? 1 ഉണ്ട്, പിന്നെ 2 ഉണ്ട്, പിന്നെ 1 ഉണ്ട്. 1ഉം 2ഉം 1ഉം അല്ലേ? ഇതിൻ്റെ സ്ക്വയർ എത്രയാ? 1ൻ്റെ സ്ക്വയർ. കാൽക്കുലേറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട്. ക്ലിക്ക് ചെയ്തേ. 1 സ്ക്വയർ 1 പ്ലസ് ഇടുക. എപ്പോഴും പ്ലസ് ആയി കേട്ടോ. അടുത്തത് 2ൻ്റെ സ്ക്വയർ 4.
വീണ്ടും പ്ലസ് ഇടുക. അടുത്തത് 1ൻ്റെ സ്ക്വയർ 1 4ഉം 2ഉം 6 √6 എന്ന് കിട്ടിയില്ലേ. സോ √6 3 മാർക്ക്. ഇത്ര എഴുതിയാൽ 3 മാർക്ക്. എളുപ്പമല്ലേ? എല്ലാവർക്കും എളുപ്പമല്ലേ മക്കളെ? ഒരെണ്ണം കൂടെ വേണേൽ ചെയ്ത് കാണിച്ചാൽ ഞാൻ ഒരെണ്ണം കൂടെ. ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. ഫൈൻഡ് ദ പ്രൊജക്ഷൻ ഓഫ് ദി വെക്ടർ i - j ഓൺ ദി വെക്ടർ i + j. സിമ്പിൾ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? എ എന്ന് പറഞ്ഞ് അങ്ങ് എടുത്ത് എഴുതും ആദ്യത്തെ വെക്ടറിനെ. കണ്ടോ ഇവിടെ എയും ബിയും തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ പേരിട്ട് കൊടുക്കണം. എ എന്ന് പറഞ്ഞാൽ i - j, ബി എന്ന് പറഞ്ഞാൽ i + j. ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? പ്രൊജക്ഷനാണ്. പ്രൊജക്ഷൻ്റെ ഇക്വേഷൻ അങ്ങ് എഴുതി വെക്കി. 1 മാർക്ക് ഉറപ്പിക്ക്. പ്രൊജക്ഷൻ ഈക്വൽ ടു a ഡോട്ട് ബി ബൈ മോഡ് ബി. ഇനി നമുക്ക് എന്ത് വേണം? a ഡോട്ട് ബി കണ്ടുപിടിക്കണ്ടേ? a ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്രദ്ധിക്കണം. ഇവിടെ ഐയുടെ കൂടെയുള്ളത് എന്താണ്? 1. ഇവിടെ ഐയുടെ കൂടെയുള്ളത് എന്താണ്? 1. സോ 1 × 1 പ്ലസ്. അടുത്തത് ഇവിടെ ജെയുടെ കൂടെയുള്ള എന്താണ്? 1 അല്ല, ഇവിടെ മൈനസ് ഉണ്ടെങ്കിൽ -1 എന്ന് തന്നെ പറയണം കേട്ടോ. -1 ഇൻറ്റു ഇവിടെ ജെയുടെ കൂടെയുള്ള എന്താണ്? 1. അവിടെ പ്ലസ് ആണല്ലേ, അതുകൊണ്ട് +1. സോ 1 × 1 1 പ്ലസ് -1 × 1 -1. 1 -1 കുറച്ചാൽ 0. a ഡോട്ട് ബി കിട്ടി 0 ബൈ മോഡ് ബി. മോഡ് ബി കണ്ടുപിടിക്കണമെന്നില്ല. 0 ബൈ എന്ത് വന്നാലും 0 ആണ്. എന്നാലും മോഡ് ബി കണ്ടുപിടിക്കാം. മോഡ് ബി എന്ന് പറയുമ്പോൾ ഒരു റൂട്ട് അങ്ങ് ഇടുക. എന്നിട്ട് ബിയുടെ കൂടെയുള്ള നമ്പർ ഏതൊക്കെയാണെന്ന് നോക്കുക. ബിയുടെ കൂടെ ഇവിടെയുള്ള നമ്പർ ഏതൊക്കെയാണ്? ഇവിടെ ഐയുടെ കൂടെ 1, ഇവിടെ ജെയുടെ കൂടെ 1. ഇതിൻ്റെ 2 സ്ക്വയർ എടുത്താൽ പോരെ? 1ൻ്റെ സ്ക്വയർ 1 പ്ലസ് അവിടെ ജെയുടെ കൂടെയുള്ള 1ൻ്റെ സ്ക്വയർ 1 തമ്മിൽ കൂട്ടുക √2. സോ 0/√2. 0 എന്ത് വന്നാലും 0 തന്നെയാണ് ആൻസർ. കിട്ടിയില്ലേ? പ്രൊജക്ഷൻ കിട്ടിയില്ലേ? എളുപ്പമല്ലേ? ഇതേപോലെ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ ചെയ്ത് നോക്കിയിട്ട് ആൻസർ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ മക്കളെ. എത്ര പേർക്ക് കിട്ടിയെന്ന് നോക്കാം. അപ്പോൾ ഇതേപോലെ ക്വസ്റ്റ്യൻസായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ വരും. കൂടുതൽ ക്വസ്റ്റ്യൻസും കൂടുതൽ കാര്യങ്ങളും പഠിക്കണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒരു ഹായ് അയയ്ക്കുക. നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, ഇനി കുറച്ച് ദിവസം കൂടെയുള്ള നമുക്ക് നന്നായി സെറ്റാക്കി പഠിച്ചു പോകാൻ ഉള്ള ദിവസം ഇനി നമ്മുടെ മുന്നിലുണ്ട്. സോ ജോയിൻ ചെയ്യേണ്ട കുട്ടികൾ ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിൽ ഒരു ഹായ് അയയ്ക്കുക. അല്ലാത്ത കുട്ടികൾ നെക്സ്റ്റ് വീഡിയോയ്ക്കായി വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.